ഇന്നതാ ഉച്ചയ്ക്ക് ഇതാ വെള്ളത്തുണിയൊക്കെ വിരിച്ച് വട്ടത്തിലൊരു വാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് അത് വെട്ടാനിരിക്കുകയായിരുന്നു മോള്. അപ്പോൾ ഐഡിയ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ലൊരു തുണി സജസ്റ്റ് ചെയ്തു. കുറച്ച് പഴയതാണെങ്കിലും എന്നാലും സൺലൈറ്റിൻ്റെ പരസ്യം പോലെ കളറൊന്നും മായാത്ത ഒരു കുർത്ത ഇരിപ്പുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡിലുള്ള ഒരു കുർത്ത. പിന്നെ ഒന്നും നോക്കിയില്ല, അതിനിടാൻ പറ്റില്ല. അപ്പോൾ അതാ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ റൂമിലെത്തി നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചുടുവൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു വട്ടം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിൽ വേണമെന്നുള്ളത് കൊണ്ട് ഇതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇനി നമ്മളിത് അതാ ഒരു ഷേപ്പിൽ തന്നെ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് പഞ്ഞി നിറയ്ക്കുകയാണ് ആക്ച്വലി വേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ ഇത്രയ്ക്കധികം പഞ്ഞി ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ തുണി കഷ്ണം തന്നെയാണ് കേട്ടോ തിരികെ കയറ്റാൻ പോകുന്നത്. അങ്ങനെ ആയാലും നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഈ 2 കഷ്ണങ്ങളും ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ ആകൃതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ മെഷീൻ വെച്ചിട്ട് എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ ഒന്ന് തയ്ച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു പോർഷൻ നമ്മളത് അങ്ങനെ വിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് തുണി നിറയ്ക്കാനായിട്ട് കേട്ടോ. അങ്ങനെ കയ്യിൽ പശയോ അല്ലെങ്കിൽ പെയിൻറ്റോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ഇങ്ങനെ നല്ല പഫായിട്ട് നിൽക്കുന്ന രീതിയിൽ കുറേ തുണികൾ ഇങ്ങനെ നിറച്ചിക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ പൂ പോലെ ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് അക്ഷരയാണ് കേട്ടോ സഹായിക്കുന്നത്. നൂലൊക്കെ കോർത്ത് തന്നു. പിന്നെ ഞാനിത് സെൻറ്ററിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഓരോ ഫ്ലവർ ഷേപ്പിൽ ഓരോ നൂലും ഇങ്ങനെ നന്നായി കറക്റ്റായിട്ട് വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുന്നിയെടുക്കുക വേണ്ടൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതങ്ങനെ ഫ്ലവർ ഷേപ്പിൽ ഒരു കുഷ്യൻ റെഡിയാക്കാനായിട്ട് പറ്റും. കുറച്ച് നൂലും കുറച്ച് പഞ്ഞിയും പിന്നെ കുറച്ചധികം തുണിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കുഷ്യൻ വീട്ടിൽ തന്നെ നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള തുണി ഉപയോഗിച്ചിട്ട് കളറിൽ നമുക്കിതുപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നടുക്കിലും കൂടി ഒരു ഉണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഷേപ്പിലുള്ള ഈ കുഷ്യൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെന്തായാലും ചെയ്ത് നോക്കാൻ ഇഷ്ടമല്ലേ?